അതായത് അതിന് ഒരു കാര്യത്തിനുകൂടി മറുപടി പറയാനുണ്ട്. പൊതു സ്വീകാര്യത ലഭിച്ച ഹൈന്ദവ യുവതികളെ വശീകരിച്ചെടുക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ലവ് ജിഹാദ് സംഘം വലിയ ഫണ്ടിങ്ങോട് കൂടി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞേ. അത് മൊണാലിസ മാത്രമല്ല, LK അദ്വാനിയുടെ നല്ല പ്രഗത്ഭയായ ഒരു മകളുണ്ട്, അതും കൊണ്ടുപോയത് ഈ വിഭാഗമാ. ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളെ എന്ന് മാത്രമല്ല വിശ്വ ഹിന്ദു പരിഷത്ത്, ലോകത്തുള്ള മുഴുവൻ മതം മാറ്റിയോ? ഒരു ജലീപുനലു ഹിന്ദുക്കൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും കല്യാണം കഴിച്ച നിരവധി ഉദാഹരണങ്ങളുണ്ട്. ആ പട്ടികയിൽപ്പെടുത്തരുത്, അങ്ങനെ വിവാഹം ചെയ്യരുത് എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചതിയിൽപ്പെടുത്തി പ്രലോഭിപ്പിച്ച് മതപരിവർത്തനത്തിന് വിധേയമാക്കി മറ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുന്നത്, അതാണ് ചോദ്യം ചെയ്യുന്നത്. തെറ്റിദ്ധരിപ്പിക്കരുത്. കേൾക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ കൃത്യമായി മറുപടി പറയാം. പ്രലോഭിപ്പിച്ചോ ലഹരി കൊടുത്തോ ഒരാളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ അവർ മുസ്ലിം ആവില്ല എന്നത് ഞങ്ങളുടെ അടിസ്ഥാന തത്വശാസ്ത്രമാണ്. ഇന്നാൾ തന്നെ ഞാൻ അതിന്റെ ഉദാഹരണ സഹിതം പറഞ്ഞു. പ്രവാചകന്റെ സ്വന്തം മൂത്താപ്പയായ വല്യച്ഛനായ അബൂ താലിബ് ഒരു പരിശുദ്ധനായ ഹിന്ദു വിശ്വാസിയായിരുന്നു, ബഹുദൈവ ആരാധകനായിരുന്നു. മരണം വരെയും അദ്ദേഹത്തെ എല്ലാ ആദരവോടുകൂടിയും അദ്ദേഹം പുൽകി എന്നുള്ളതിനപ്പുറം നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവരാൻ പ്രവാചകന് സാധിക്കുമായിരുന്നു. അങ്ങനെ ഇസ്ലാമിൽ ഒരാൾക്ക് ഇഷ്ടമില്ലാതെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് മതത്തെ പഠിച്ചുകൊണ്ട് സ്വയം ആശ്ലേഷിച്ച് വരാതെ ഒരാളെ കൊണ്ടുവരണമെങ്കിൽ അബൂ താലിബിനെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നു. പ്രവാചകൻ കൊണ്ടുവന്നില്ല. പ്രവാചകനാണ് മുസ്ലിം സമുദായത്തിന്റെ മാതൃക. ആ മാതൃകയാണ് നേരത്തെ അനിൽ സാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. അല്ല, ആ സംശയം തീരില്ല, എന്നെ പറയാൻ അനുവദിക്കുകയില്ല. ഹിന്ദു ആയിരുന്നു താങ്കൾ പറഞ്ഞു. പ്രവാചകൻ ഹിന്ദു ആയിരുന്നുവെങ്കിൽ പ്രവാചകനും ഹിന്ദു അല്ലേ? കുടുംബം ഹിന്ദു അല്ലേ? താങ്കൾ അങ്ങനെ പലരും പലതുമായിട്ടുണ്ട്. സാഹിബ് ഹിന്ദു ആണെന്നാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെയാണ് പ്രവാചകനും ഹിന്ദു അല്ലേ? എന്റെ വല്യച്ഛൻ ഹിന്ദു ആണെങ്കിൽ ഞാൻ ഹിന്ദു ആണോ നിർബന്ധമുണ്ടോ? ഈ ലോകത്തുള്ള എല്ലാവരും ഹിന്ദു ആവണമെന്ന് എന്താ നിർബന്ധം? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ സ്വീകരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞ അതാണ് സമാധാനം. എല്ലാവരും മുസ്ലിം പറയുന്നില്ല, എല്ലാവരും ഹിന്ദുമാകണമെന്ന് നിങ്ങൾ പറയാതിരുന്നാൽ മതി. അപ്പൊ മദ്രസയിൽ പഠിപ്പിക്കുന്നത് അതാണ് സാറേ. താങ്കൾ കോട്ട് ഉദ്ധരിച്ച ശരിയാണ്. ലോകത്തിലെ എല്ലാവരും ഹിന്ദുക്കളായിരുന്നു. പ്രത്യേകിച്ച് സെമറ്റിക് മതങ്ങളിലെ ആ സെമറ്റിക് മതം എല്ലാവരും സന്തോഷം. നിങ്ങൾ ഇറാനിൽ നിന്ന് വന്ന ആര്യന്മാരുടെ മക്കളാണ് നിങ്ങൾ ഹിന്ദു ആയത്. ആരാണ് ഇവിടെ ഹിന്ദു? ഏത് ഹിന്ദുവിനെ അംഗീകരിക്കുന്നേ? 40 കൊല്ലം മുമ്പ് അനുസാറേ, ഞാൻ പറയട്ടെ, എന്നെ കൂടെ പറയാൻ, 40 കൊല്ലം മുമ്പ് അമ്പലത്തിന്റെ മുമ്പിൽ പോയാൽ കാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ഒരു സംസ്കാരം നിലനിന്ന നാടായത്. കമ്മ്യൂണിസ്റ്റുകാരിലും മുസ്ലിങ്ങളും ഇവിടെ എന്താ ഹിന്ദു ഉണ്ടായത്? വഴിയിൽ നടക്കാൻ കരം കൊടുക്കേണ്ട ഗതികേടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയെടുത്തത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. അതാണ് പറഞ്ഞു വരുന്നത്. എന്റെ ബാല്യകാലത്ത് അമ്പലത്തിൽ കേട്ടില്ലായിരുന്നു. വൈക്കം ക്ഷേത്രത്തിൽ ഒന്ന് ആരാധന നടത്താൻ ഏത് ഹിന്ദുവിനാ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും സമരം ചെയ്തിട്ടായത്. നിങ്ങൾ എന്താ സനാതനത്തിന്റെ വക്താക്കളായത്? ഹിന്ദുമതം സ്വയം നവീകരിക്കുന്ന മതവിഭാഗമാണ്. കമ്മ്യൂണിസ്റ്റുകാർ നവീകരിച്ചു എന്ന് പറയാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഇത് എത്ര അസഹിഷ്ണുതയാ സാറേ? നിങ്ങൾ 4 പേര് എന്നെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് നിങ്ങൾ എന്റെ വാദം കേട്ടില്ലെങ്കിൽ എത്ര അസഹിഷ്ണുതയത്? ഇത് തന്നെയാണ് പറയുന്നത് ഫാസിസ്റ്റ് ശൈലി എന്ന് പറയുന്നത്. 50 മിനിറ്റ് നിങ്ങൾ 4 പേരോ സംസാരിച്ചത്. അല്ല, ജലീപനലോ ഇങ്ങനെ വളച്ചു കെട്ടി പറയേണ്ട ആവശ്യമില്ല. താങ്കൾക്ക് ഹിന്ദുവിനെ സംബന്ധിച്ച് എന്റെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാം. ഞാൻ ഇപ്പോഴും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുന്നത് ഇവിടെ ഇതാണ് അനിൽ. പറഞ്ഞല്ലോ, കാലഘട്ടം ഇന്ന് സമൂഹത്തിന് അനിൽജി വിട്ടപ്പോ നിങ്ങൾ തുടങ്ങിക്കോളി. നിങ്ങൾ ഞാനിവിടെ സംസാരിച്ച പോലെ മുസ്ലിം പള്ളിയിൽ
ഒന്നാമത്തെ സഫിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവനും നിൽക്കും? അമ്പലത്തിൽ നിൽക്കുവോ? നമ്പ്യാർക്കൊപ്പം ഹരിജന നിർത്തുവോ? എന്നാ ഏത് അമ്പലത്തിലാ ഒരു പൂജാരിയായിട്ട്? എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ആരെയും കൂടെ നിർത്തും, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പൊതുവായി പറഞ്ഞുള്ളതേ ഉള്ളു. അതൊക്കെ ആദ്യം നിങ്ങൾ സംസ്കരിച്ചു കൊണ്ടുവരി. അതിനുശേഷം മദ്രസയെ കുറിച്ചും ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ ഒന്നുറപ്പിച്ചു തരാം, 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എവിടെങ്കിലും കിടക്കുന്ന ആരെങ്കിലും രണ്ടുപേര് പ്രണയിച്ചോ അല്ലാതെ വിവാഹം കഴിച്ചാൽ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പർവ്വതീകരിച്ചിട്ട് ആരാണ് പർവ്വതീകരിക്കുന്നത്? ഞാൻ ഒറ്റക്കാര്യം ചോദിച്ചോട്ടെ, ഈ ഫമാനും അതുപോലെ മൊണാലിസയും വിവാഹം കഴിക്കുന്നു. എന്തിനാണ് സാർ ഈ എം വി ഗോവിന്ദനും പിന്നെ ശിവൻകുട്ടിയും അതുപോലെ റഹീമൊക്കെ അവിടെ പോകേണ്ട കാര്യം എന്താ? താങ്കൾ പറഞ്ഞ പോലെ ആരൊക്കെ കല്യാണം കഴിക്കുന്നു? ഇവർക്ക് എന്താ കാര്യം? ഈ സി പി എം നേതാക്കന്മാർക്ക് എന്താ കാര്യം? നേരത്തെ പറഞ്ഞ പോലെ 10 വോട്ട് ഉണ്ടാക്കുക. ഞങ്ങളിതാ മതേതരത്വം പറഞ്ഞ് ഞങ്ങളുടെ വിശാല മനസ്സിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ അഭയം പ്രാപിച്ചു വന്ന, കേരളത്തിൽ അഭയം പ്രാപിച്ചെത്തിയ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടിയും അതുപോലെ മുസ്ലിമായിട്ടുള്ള ഒരു യുവാവിനെയും ഞങ്ങളിതാ കല്യാണം കഴിപ്പിച്ച് കൊട്ടി ഘോഷിക്കുക. എന്തിനാണ്? അതല്ലേ ഉദ്ദേശം? അതിൻ്റെ പേരിൽ ഒരു 10 വോട്ട് പിടിക്കുക. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഡോക്ടർ നുസ്രത്ത് ജഹാൻ നമുക്ക് അവസാനിപ്പിക്കാം പ്ലീസ്. അല്ല, ഇസ്ലാമിന്റെ നയങ്ങൾ മാറുന്നില്ല പറയില്ല. അന്ന് അബൂ താലിബിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ വരാത്തവരവിടെ മാറ്റി നിർത്തുന്ന ചിന്തയുണ്ട്. പക്ഷെ അതിന് കാലങ്ങൾക്ക് ശേഷം അത് അറ്റാക്ക് ചെയ്ത മൗദൂദി വഹാബികൾ എടുത്തൊരു തീരുമാനമാണ്, പിന്നെ വന്ന പരിഷ്കാരാണ്. എങ്ങനെ സമുദായത്തിൽ കുട്ടികൾ കൂടുതൽ ഉണ്ടാവുക, നമ്മളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് വിധത്തിലാണ്, ഒരു പിന്നെ അന്യ മതക്കാരിനെ അല്ലെങ്കിൽ മതക്കാരനെ എങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സ്വർഗം, ആ ഒരു സാധനം അവിടെ പറഞ്ഞു വെച്ചോണ്ടാണ് ഇത് പറയുന്നത്. ഇങ്ങനത്തെ കുറെ സാധനങ്ങളാണ് നമ്മൾ എതിർക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ ഞാൻ മുസ്ലിമായി നിന്ന് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള അനാചാരങ്ങള് ഒരു മുസ്ലിമിനെ എങ്ങനെ ഒരു ഹിന്ദുവിനെ എങ്ങനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം, അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നാളെ നമ്മൾ ചെയ്തു പോയ തെറ്റുകളെല്ലാം പുറത്ത് അത് അൽഹംദുലില്ലാ പറഞ്ഞ് അവരെ സ്വീകരിക്കണം. അവർക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ, അവരുടെ കുടുംബത്തിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു കൊടുക്കണ ക്ലാസ്സുകളും പിന്നെ അധ്യാപകന്മാരുടെ വയലുകള് ഒക്കെ നമ്മള് ഇപ്പൊ യൂട്യൂബിൽ തന്നെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് ഇല്ലാന്ന് പറയാൻ ഇനി പറ്റൂല. ഇത് പഠിപ്പിക്കുന്നുണ്ട്, മദ്രസയിൽ മാത്രമല്ല പഠിപ്പിക്കുന്നത്, പുറത്തും പറയുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു എന്താണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പാഠപുസ്തകങ്ങൾ കേരളത്തിൽ നടക്കുന്നതെന്ന് കണ്ടു. അതില് എങ്ങനെയാണ് ഇസ്ലാമിക രാജ്യം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ കുറെ എണ്ണം വരണോ? അപ്പൊ അത് വൈറലായുള്ളവരെ കിട്ടുമ്പോ എന്താ വെച്ചാൽ ഏറ്റവും വലിയ പ്രഗത്ഭരുണ്ടാവുമ്പോ അത് കണ്ടിട്ട് ഒരു 100 ആൾ അതിലേക്ക് വരൂ. അപ്പൊ ആ വരുന്നതിനെയാണ് ഇവിടെ ആകർഷിക്കുന്നതിനുള്ള ഒരു പുതിയ സ്ട്രാറ്റജിയാണ് ഈ ലോകത്തിന്, ഇപ്പോഴത്തെ ഈ ലോകത്തിലേക്കുള്ള ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്താണ് സാക്കിർ നായിക്കിന്റെയും ബാലുശ്ശേരി ഒരാളുണ്ടല്ലോ, പിന്നെ കുറെ എണ്ണം ഉണ്ട് കേരളത്തിൽ തന്നെ. അപ്പൊ ഇതുപോലുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കുന്ന നല്ലൊരു ഇരയാണ് കിട്ടിയത്. ഇതിപ്പോ എന്നും പറയാലോ, ഈ പെൺകുട്ടീനെ നീ എന്നും വെച്ചിട്ട് പറയാ. ആ പെൺകുട്ടീന്റെ സമുദായം, ആ പെൺകുട്ടീന്റെ അമ്മയോ അച്ഛനോ, ആ പെൺകുട്ടീനെ കുടുംബത്തിനെ ഒന്നും ആരും നോക്കുന്നില്ല. ഈ രാജ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സമുദായത്തിന്റെ ഒരാളായിട്ട് അവരെടുക്കും, അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യും. ഈ പറയുന്ന ഇവനും ഉണ്ടാവും. നാളെ ഇതൊക്കെ മാറ്റി പറയേണ്ടി വരും. നമ്മളിവിടെ നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ നോക്കിക്കുക, ഇതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ വന്ന് പറയേണ്ടി വരും ഇതിങ്ങനെ സംഭവിച്ചു. തീർച്ചയായിട്ടും ഇത് എഴുതി വെച്ചോ. ഈ മൊണാലിസ മതം മാറി വർത്താനം പറഞ്ഞ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങള് പേര് മാറ്റി വിളിക്കേണ്ടി വരും നമ്മളെയൊക്കെ. കാരണം അത്രയും റിപ്പോർട്ടുകൾ നമ്മളിപ്പോ എല്ലാം ഇവിടെ പറയാൻ പറ്റൂല. ഇപ്പൊ ഇന്ന് ഞാൻ കേട്ടതനുസരിച്ചിട്ട് അത്രക്കും പ്ലാൻ ചെയ്തിട്ട് ഈ പെൺകുട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീട്ടുകാരറിയാതെ. അതൊരു ചെറിയ പെൺകുട്ടിയിലേ നടക്കുള്ളൂ. പിന്നെ ഒരു ലോകം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിട്ട് പോവാം. എന്തുകൊണ്ട് പെൺകുട്ടികള് മുസ്ലിം ആണുങ്ങളെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ ആകർഷിക്കണമെന്നുള്ള ഒരു ചോദ്യം കേട്ട് ഞാനൊക്കെ മടുത്തു. നോർത്ത് ഇന്ത്യയിൽ എന്താണ് ഈ മുസ്ലിം ഭർത്താക്കന്മാരുള്ളവരും ഹിന്ദു പിന്നെ മുസ്ലിം പുരുഷനെ ആകർഷണം വന്ന് പോകുന്നു എന്നുള്ളത്, ഇതൊന്ന് ലോകം നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഈ ക്വസ്റ്റ്യൻ നമ്മള് മൂപ്പര് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ ഹിന്ദുക്കൾ തന്നെ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്, നമ്മളെ കുട്ടികളെ എന്തുകൊണ്ട് ഈ അന്തം വിട്ടിട്ട് ഇവരുടെ പിന്നാലെ പോകണമെന്നുള്ളത്. സത്യത്തിൽ ആൻസർ എനിക്കറിയാം, ഞാൻ ഒരിക്കലും ഇപ്പൊ റിവീൽ ചെയ്യാൻ സമയമായിട്ടില്ല. അത് നമ്മൾ ചർച്ച ചെയ്യണം. ഒരു ഇന്റർനാഷണൽ സമിറ്റ് തന്നെ ഇന്ത്യയിൽ വിശ്വ ഹിന്ദു പരിഷത്തൊക്കെ അത് വെക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഓക്കെ, മൊണാലിസക്കുള്ള മനുഷ്യാവകാശം അവളുടെ മാതാപിതാക്കൾക്കുമുണ്ട്. ആ അവകാശമാണ് കേരളത്തിൽ ചവിട്ടിമെതിക്കപ്പെട്ടത്. മൊണാലിസയുടെ അച്ഛൻ്റെ കണ്ണുനീരിന് മതേതരത്വത്തിൻ്റെ സംരക്ഷകർ എന്നവകാശപ്പെടുന്ന CPM-മാർ ഒരു തരി പോലും വില കൽപ്പിച്ചില്ല. അധികാരത്തിൻ്റെ ഹുങ്കിൽ ആ അച്ഛൻ്റെ വിലാപം അവർ ചവിട്ടിമെതിച്ചു. അച്ഛനെ ഭീഷണിപ്പെടുത്തി നാടുകടത്തി. എന്ത് തോന്നിയവാസവും കാണിക്കാനുള്ള കൂത്തരങ്ങാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു. തിണ്ണമിടുക്കുണ്ടെങ്കിൽ മൊണാലിസമാരെ തൂക്കി വിൽക്കാമെന്ന റിയൽ കേരള സ്റ്റോറിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ആരചിച്ചത്. അതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കാതിരിക്കില്ല.